ഹലോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ കോഴിക്കോട് വന്നിട്ടുള്ളത്. കോഴിക്കോട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയം നൈറ്റാണ് കേട്ടോ. കോഴിക്കോട് ബീച്ചിൽ നൈറ്റ് ലൈഫ് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പകലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ കുറച്ച് മാസം മുന്നേ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി നമ്മൾ ഈ ബീച്ചിൽ വരാറുണ്ട്. അധികവും രാത്രിയാണ് വരാറുള്ളത്. അപ്പോൾ വർക്കുള്ള സമയമായതുകൊണ്ട് പകലൊന്നും വരാൻ പറ്റാറില്ല. അപ്പോൾ ഞാനങ്ങനെ ഒരു ദിവസം പകൽ വന്നതാണ് കേട്ടോ ഇവിടെ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബീച്ചിൽ നിന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ തന്നെ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ബീച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ പിന്നെ അവിടെ തന്നെ ആയി മൊത്തം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനെ ഒന്നും അവർ ക്യാമറയിൽ വരാൻ അവർക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് അവർ കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ അവിടെ അങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ വരയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ഒരു സംഭവം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് തിര വന്ന് മായ്ച്ചു കേട്ടോ. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ബീച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ സെയിലിനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്. അതായത് നമ്മൾ ഇനി മാനാഞ്ചിറ പോകാനുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ കോഴിക്കോട് വന്നിട്ട് ഇനി മാനാഞ്ചിറയും കൂടി കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ മാനാഞ്ചിറ നമ്മൾ ഈ ഒരു പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളുണ്ട്. ഇത് ശരിക്കും കോഴിക്കോട് ഒരു സിറ്റിയിൽ തന്നെയാണ് ഇത് വരുന്നത്. നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇവിടേക്ക് കേട്ടോ. അപ്പോൾ ഈ സിറ്റിയിൽ ഇങ്ങനെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫുള്ള് തണലായിരുന്നു കേട്ടോ അവിടെ. നല്ല ഭംഗിയുള്ളൊരു ഒന്നല്ല 2-3 ആൽമരങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ആൽമരമല്ല, വേറെ എന്തോ ഒരു മരമാണ്. ആലിൻ്റെ പുറത്ത് തന്നെയാണ്, പക്ഷെ മനസ്സിലാവണില്ല എന്ത് മരമാണെന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ ഞാനധികം ശ്രദ്ധിച്ചത് ഈ മരങ്ങളാണ് കേട്ടോ. ഇതിൽ ആൽമരത്തിൻ്റെ പോലെ തന്നെ ഒരുപാട് വേരുകൾ ഇങ്ങനെ താഴോട്ട് നിൽക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു സൈഡിൽ കുറേ ബാമ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ ആയിട്ട് ഒരുക്കിയിരുന്ന ഓരോ സ്റ്റാച്ചുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. നമ്മുടെ ബീച്ചിലേതുപോലെ തന്നെ രാത്രിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിനൽ എന്താ പറയുക ക്ലാരിറ്റിയിൽ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്കും നല്ല ഭംഗിയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ രാത്രി എന്തായാലും നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള രൂപം നമുക്ക് കാണാൻ പറ്റി. ഇനി ഇതിൻ്റെ ഒറിജിനൽ വ്യൂ കാണുന്നുണ്ടെങ്കിൽ രാത്രി തന്നെ വരണം. അപ്പോൾ ഇത് പിന്നെ ന്യൂ ഇയറിൻ്റെ 2025 എന്ന് ഇങ്ങനെ എഴുതി വെച്ച പോലെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ മുന്നോട്ട് നടന്നു. അവിടെ വരുമ്പോഴും ഇതേപോലെ തന്നെ ഇങ്ങനെ ഇൻ്റർലോക്കൊക്കെ പതിച്ച ഒരു ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഒരു വഴിയാണ്. അതിലൂടെ ഇങ്ങനെ നടക്കാം നമുക്ക്. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇരിക്കാനുള്ള കുറേ സ്പേസുകളുണ്ട് ഇവിടെ. ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും കോഴിക്കോട് വരുമ്പോൾ തീർച്ചയായിട്ടും മാനാഞ്ചിറ നിങ്ങൾ സന്ദർശിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മാനാഞ്ചിറ എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഒരു എന്താ പറയുക തടാകം പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം ഇപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇറങ്ങാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു ഗ്രില്ല് പോലെയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു മതിലിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടേക്ക് ഏകദേശം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇന്ന് നമ്മുടെ ബീച്ചിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ മാനാഞ്ചിറ പാർക്കിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ.